നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നിത്യവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി വാചകങ്ങൾ നോക്കാം. ഒരാവശ്യവുമില്ല, അത് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് കോയി ജരൂരത് നഹി. ഒരാവശ്യവുമില്ല എന്ന് പറയുന്നത് എങ്ങനെ പറയും? കോയി ജരൂരത് നഹി, കോയി ജരൂരത് നഹി. അത് ഉപയോഗിച്ചിട്ടുള്ള 2-3 സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ: അവിടെ പോകേണ്ട ഒരാവശ്യവുമില്ല, അതായത് അവിടെ പോകുന്നതിൻ്റെ ഒരാവശ്യവുമില്ല. അവിടെ പോകണ്ട നമ്മൾ പറയത്തില്ല, അവിടെ പോകുന്നതിൻ്റെ ഒരാവശ്യമൊന്നുമില്ല. ഉധർ ജാനേക്ക് കോയി ജരൂരത് നഹി, അവിടെ പോകേണ്ട ഒരാവശ്യവുമില്ല. ഉധർ ജാനേക്ക് കോയി ജരൂരത് നഹി. അവനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവനോടെന്നുള്ളതിന് ഉസ്സെ, ഉസ്സെ ബാത് കർണേക്ക്, സംസാരിക്കുക എന്നുള്ളതിന് ബാത് കർണ എന്നാണ് പറയുന്നത്. ഉസ്സെ ബാത് കർണേക്ക് കോയി ജരൂരത് നഹി, ഒരാവശ്യവുമില്ല. അവനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവനോട് വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഉസ്സെ ബാത് കർണേക്ക് കോയി ജരൂരത് നഹി, ഉസ്സെ ബാത് കർണേക്ക് കോയി ജരൂരത് നഹി. അവരോടെന്നുള്ളതിന് ഉൻസെ എന്ന് പറയണം. ഉൻസെ ബാത് കർണേക്ക് കോയി ജരൂരത് നഹി, അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ ഹംസെ, ഹംസെ ബാത് കർണേക്ക് കോയി ജരൂരത് നഹി, ഞങ്ങളോട് വർത്തമാനം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നിൽക്കേണ്ട അല്ലെങ്കിൽ താമസിക്കേണ്ട ഒരാവശ്യവുമില്ല. നിൽക്കുക എന്നുള്ളതിന് രുക്കിന, അല്ലെങ്കിൽ താമസിക്കുക രഹന. വഹാം രുക്കിനേക്ക് അല്ലെങ്കിൽ വഹാ രഹനേക്ക് കോയി ജരൂരത് നഹി, അവിടെ താമസിക്കേണ്ട ഒരു കാര്യവുമില്ല. വഹാം രഹനേക്ക് കോയി ജരൂരത് നഹി, അല്ലെ അവിടെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. വഹാ രുക്നേക്ക് കോയി ജരൂരത് നഹി. ആരോട് ചോദിച്ചിട്ട്, കിസ്സെ പൂച്ച്കർ, കിസ്സെ പൂച്ച്കർ, ആരോട് ചോദിച്ചിട്ട്. ഇത് വെച്ച് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. കിസ്സെ പൂച്ച്കർ, ആരോട് ചോദിച്ചിട്ട്. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. ആരോട് ചോദിച്ചിട്ടെന്നുള്ളത് കിസ്സെ പൂച്ച്കർ. കിസ്സെ പൂച്ച്കർ തും യഹാം ആ രഹേ ഹോ, ഇവിടെ വരുന്നത്. കിസ്സെ പൂച്ച്കർ തും യഹാം ആ രഹേ ഹോ, ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ മൊബൈൽ എടുത്തത്. കിസ്സെ പൂച്ച്കർ, ആരോട് ചോദിച്ചിട്ടാണ് തും മേരാ മൊബൈൽ, എൻ്റെ മൊബൈൽ ഹാത്ത് മേ ലിയ, കയ്യിലെടുത്തത്. അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ എന്തിനാണ് തൊട്ടത് അല്ലെങ്കിൽ എടുത്തത് എന്നുള്ളതിന് വേറെ രീതി പറയാം. മൊബൈൽ കോ ഹാത്ത് ലഗായ, മൊബൈൽ കോ ഹാത്ത് ലഗാന എന്ന് പറഞ്ഞാൽ മൊബൈൽ എടുക്കുക അല്ലെങ്കിൽ തൊടുക എന്നുള്ള അർത്ഥമാണ്. കിസ്സെ പൂച്ച്കർ തും മേരാ മൊബൈൽ ഹാത്ത് മേ ലിയ, അല്ലെങ്കിൽ കിസ്സെ പൂച്ച്കർ തും മേരാ മൊബൈൽ കോ ഹാത്ത് ലഗായ, മേരാ മൊബൈൽ കോ ഹാത്ത് ലഗായ. ഒന്നുകൂടെ പറയാം. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ മൊബൈൽ എടുത്തത്. അത് 2 രീതി ചോദിക്കാം. കിസ്സെ പൂച്ച്കർ തും മേരാ മൊബൈൽ ഹാത്ത് മേ ലിയ, അല്ലെങ്കിൽ കിസ്സെ പൂച്ച്കർ തും മേരാ മൊബൈൽ കോ ഹാത്ത് ലഗായ. എന്ത് വില കൊടുത്തും, അതിന് കിസി ഭി കീമത് പർ, എന്ത് വില കൊടുത്തും എന്നുള്ളതിന് കിസി ഭി കീമത് പർ, എന്ത് വില കൊടുത്തും. ഇതുകൊണ്ടുള്ള ഇനി കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഞാൻ ഒരു കാരണവശാലും അവനെ ഉപേക്ഷിക്കില്ല. മേ കിസി ഭി കീമത് പർ ഉസേ നഹി ഛോഡൂങ്ക, ഞാൻ ഒരു കാരണവശാലും, മേ കിസി ഭി കീമത് പർ, അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ അവനെ ഉപേക്ഷിക്കില്ല എന്നല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ എന്ത് വില കൊടുത്തും അവനെ സംരക്ഷിക്കുന്നു പറയും. അല്ലെങ്കിൽ ഞാനൊരു കാരണവശാലും അവനെ ഉപേക്ഷിക്കില്ല, അതിന് മേ കിസി ഭി കീമത് പർ ഉസേ നഹി ഛോഡൂങ്ക. എന്ത് വില കൊടുത്തും താങ്കൾ എൻ്റെ കല്യാണത്തിന് വരണം. ഈ എന്ത് വില കൊടുത്തും എന്നുള്ളത് അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും വരണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കിസി ഭി കീമത് പർ ആപ്കോ മേരി ഷാദി മേ ആനാ ഹേ, മേരി ഷാദി മേ ആനാ ഹേ എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് വരേണ്ടതാണ്, വരണം. കിസി ഭി കീമത് പർ, എന്ത് വില കൊടുത്തും അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥമാണ്. ഒരു കാരണവശാലും വരാതിരിക്കരുതെന്ന് പറയുന്നതിനൊരു ബലം കൊടുക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. കിസി ഭി കീമത് പർ ആപ്കോ മേരി ഷാദി മേ ആനാ ഹേ. കിസി ഭി കീമത് പർ തുമേ അല്ലെങ്കിൽ തുംകോ ഖേൽനാ ഹേ എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും നീ കളിക്കണം, നീ ഈ കളിയിൽ പങ്കെടുക്കേണ്ടതാണ്. അത് പറയുന്നതിന് കിസി ഭി കീമത് പർ തുമേ ഖേൽനാ ഹേ, അല്ലെ തുംകോ ഖേൽനാ ഹേ. ഇനി കിസി ഭി കീമത് പർ തുമേ അല്ലെങ്കിൽ തുംകോ എ പരീക്ഷ പാസ് ഹോനാ ഹേ,
ഈ പരീക്ഷ നിങ്ങൾ എങ്ങനെയായാലും ജയിച്ചിരിക്കണം, അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിസി ഭി കീമത്ത് പർ ചേർക്കുന്നത്. കിസി ഭി കീമത്ത് പർ തുമേ യേ പരീക്ഷ പാസ് ഹോനാ ഹേ, അല്ലെ തുംകോ യേ പരീക്ഷ പാസ് ഹോനാ ഹേ. അതുപോലെ കിസി ഭി കീമത്ത് പർ തുമേ ഉസ്കി രക്ഷ കർനാ ഹേ, എന്ത് വില കൊടുത്തും നീ അവളെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവനെ രക്ഷിക്കണം, അങ്ങനെയൊക്കെ എന്ത് പറയുന്നതിനും, അതായത് ബലം കൊടുത്ത് അത് ചെയ്തിരിക്കണം, എന്ത് സംഭവിച്ചാലും എന്നുള്ള അർത്ഥത്തിലാണ് കിസി ഭി കീമത്ത് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് നേരമായിട്ട് എന്നുള്ളതിന് കാഫി ദേർസെ. കാഫി ദേർസെ എന്ന് പറഞ്ഞാൽ കുറേ നേരമായിട്ട്, ഒരുപാട് നേരമായിട്ട്. കാഫി ദേർസെ. നമുക്കിത് വെച്ച് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഒരുപാട് നേരമായിട്ട് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് നേരമായിട്ട് എന്നുള്ളതിന് കാഫി ദേർസെ. കാഫി ദേർസെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മേ ആപ്ക ഇന്തജാർ കർ രഹാ ഥാ. ആപ്ക അല്ലെങ്കിൽ തുമാര. ആപ്ക എന്ന് പറഞ്ഞാൽ താങ്കളെ, കാത്തിരിക്കുകയായിരുന്നുള്ളത് ഇന്തജാർ കർ രഹാ ഥാ, കാത്തിരിക്കുകയായിരുന്നു, കഴിഞ്ഞ കാര്യമാണ്. ഇന്തജാർ കർ രഹാ ഥാ. കാഫി ദേർസെ മേ ആപ്ക ഇന്തജാർ കർ രഹാ ഥാ. കാഫി ദേർസെ മേ ആപ്ക ഇന്തജാർ കർ രഹാ ഥാ. കുറേ നേരമായിട്ട് നിങ്ങളെന്തോ ആലോചിച്ചിരിക്കുവാണല്ലോ എന്ന് പറയുകയാണ് നമ്മൾ. കാഫി ദേർസെ കുറേ നേരമായിട്ട്. തും കുച്ച് സോച്ച് രഹേ ഹോ, നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ, കുറേ നേരമായിട്ട് നിങ്ങളെന്തോ ആലോചിച്ചിരിക്കുവാണോ. കാഫി ദേർസെ തും കുച്ച് സോച്ച് രഹേ ഹോ. ഒരുപാട് നേരമായി അവൻ TV കാണുകയാണ്. കാഫി ദേർസെ കുറേ നേരം മുതൽ, അല്ലെ ഒത്തിരി നേരമായിട്ട്. വഹ് TV ദേഖ് രഹാ ഹേ, അവൻ TV കാണുകയാണ്. കാഫി ദേർസെ വഹ് TV ദേഖ് രഹാ ഹേ, ഒരുപാട് നേരമായി അവൻ TV കാണുകയാണ്. കാഫി ദേർസെ വഹ് TV ദേഖ് രഹാ ഹേ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറയാൻ ശ്രമിക്കണം. കുറച്ച് നേരം കൂടി അതിനുള്ള വാക്കാണ്. അതിനുള്ള ഇത് തോടി ദേർ ഓർ. തോടി ദേർ ഓർ, കുറച്ച് നേരം കൂടി. ഇത് വെച്ചുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. എന്നെ കുറച്ച് നേരം കൂടി ഓടാൻ അനുവദിക്കൂ. മുझे തോടി ദേർ ഓർ, കുറച്ച് നേരം കൂടി ഓടാൻ അനുവദിക്കൂ. ദൗഡിനെ ദോ. ദൗഡിനെ ദോ എന്ന് പറഞ്ഞാൽ ഓടാൻ വിടൂ, അല്ലെങ്കിൽ ഓടാൻ അനുവദിക്കൂ. മുझे തോടി ദേർ ഓർ ദൗഡിനെ ദോ, എന്നെ കുറച്ച് നേരം കൂടി ഓടാൻ അനുവദിക്കൂ. അതുപോലെ എന്നെ കുറച്ച് നേരം കൂടി പഠിക്കാൻ അനുവദിക്കൂ എന്നാണെങ്കിലോ, മുझे തോടി ദേർ ഓർ പഠിനെ ദോ. പഠിനെ ദോ, പഠിനെ ദോ പഠിക്കാൻ അനുവദിക്കൂ. ഇനി കളിക്കാൻ അനുവദിക്കുവാണെങ്കിൽ മുझे തോടി ദേർ ഓർ, എന്നെ കുറച്ച് നേരം കൂടി ഖേൽനെ ദോ, കളിക്കാൻ അനുവദിക്കൂ. മുझे തോടി ദേർ ഓർ ഖേൽനെ ദോ. അല്ലെങ്കിൽ മുझे തോടി ദേർ ഓർ സോനെ ദോ എന്ന് പറഞ്ഞാൽ എന്നെ കുറച്ച് നേരം കൂടി ഉറങ്ങാൻ അനുവദിക്കൂ. മുझे തോടി ദേർ ഓർ TV ദേഖ്നെ ദോ. TV ദേഖ്നെ ദോ എന്ന് പറഞ്ഞാൽ TV കാണാൻ അനുവദിക്കൂ. മുझे തോടി ദേർ ഓർ, എന്നെ കുറച്ച് നേരം കൂടി TV ദേഖ്നെ ദോ, TV കാണാൻ അനുവദിക്കൂ. എന്നെ കുറച്ചുകൂടി എഴുതാൻ അനുവദിക്കൂ, കുറച്ച് നേരം കൂടി എഴുതാൻ അനുവദിക്കൂ. മുझे തോടി ദേർ ഓർ ലിഖ്നെ ദോ. എക്സാം സമയത്ത് പേപ്പർ വാങ്ങിക്കാൻ വരുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിനോട് പറയത്തില്ലേ, എൻ്റെ പേപ്പർ കംപ്ലീറ്റ് അല്ലേ, തോടി ദേർ ഓർ ലിഖ്നെ ദോ, കുറച്ചുകൂടി നേരം എന്നെ എഴുതാൻ അനുവദിക്കൂ. അപ്പോൾ എപ്പോഴും പറയുന്നത് കണക്ക് എല്ലാവരും വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിച്ചതും എല്ലാം നമുക്ക് ഡെയിലി ആവശ്യമുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ അതുപോലത്തെ മറ്റുള്ള സെൻറ്റൻസുകളും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അത് ഫ്രേസ് ഉപയോഗിച്ചിട്ട് വേറെ ഒരുപാട് സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്